നമസ്തേ. നമസ്തേ നമസ്തേ നമസ്തേ. ഇന്ന് ശർമാജിയാണ് നമ്മളുടെ പേഴ്സണാലിറ്റി ഓഫ് ദി ഡേ. അപ്പം നിങ്ങൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക്, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ശർമാജി നല്ലപോലെ അറിയാം, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ തന്നെ ശർമാജിയുടെ നമുക്ക് അറിയാൻ വയ്യാത്ത അദ്ദേഹത്തിൻ്റെ കാര്യം, അവിടെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതലുള്ള പിന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് വരാനുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ എക്സ്പീരിയൻസുകളും നമുക്കൊന്ന് അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചറിയാം. വെൽക്കം ശർമാജി. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരു പേഴ്സണാലിറ്റി ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എനിക്കറിയാം, അങ്ങ് പല ചാനലിലും പോയിട്ട് പല പല അറിവ് ഇത് ചെയ്യുകയാണ് ഞാൻ കണ്ടുവന്നിട്ടുള്ളത്, പല രീതിയിലുള്ള അറിവുകൾ. അത് നമുക്ക് ചെയ്യാം. അതിനു മുമ്പായിട്ട് അങ്ങയുടെ ഒരു പേഴ്സണാലിറ്റി ഇൻട്രൊഡക്ഷൻ ആ ഒരു ലൈനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാൻ വൈക്കത്ത്, കോട്ടയം ജില്ലയിൽ വൈക്കത്ത് വെള്ളൂര് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തില് 1985 ഗുരുപൂർണിമയ്ക്ക് ജനിച്ച ഒരാളാണ്. എൻ്റെ ജാതകത്തിൽ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഈ അനുഷ്ഠാനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു ജാതകമായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ ജാതകം എഴുതിയപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു ഡിഗ്രി കാലയളവ് വരെ എന്താ, ഈ ജാതകത്തിൻ്റെതായിട്ടുള്ള ഒരു ഫലങ്ങളും ഉണ്ടായില്ല. ഞാൻ ഈ സാധാരണ ഹിന്ദുക്കളെ പോലെ തന്നെ അമ്പലത്തിൽ പോവും, പായസം കഴിക്കും, വീട്ടിൽ പോരും, ഉത്സവത്തിന് പോവും, അമ്മയെ കാണും, സദ്യ ഉണ്ണും, പോരും. ഇതൊക്കെ തന്നെ എൻ്റെ പരിപാടി. വേറെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. പക്ഷെ വീട്ടിലെ ഒരു നിർബന്ധം എന്തായിരുന്നു വെച്ചാൽ നാമജപം നിർബന്ധമായിരുന്നു. അതായത് സന്ധ്യ കഴിഞ്ഞാലുള്ള നാമജപങ്ങളെല്ലാം നിർബന്ധമായിരുന്നു. അത് കൃത്യമായിട്ട് ആദ്യം ഒരു ഭയത്തിന്റെ ബലത്തിലും പിന്നീട് നമ്മുടെ എന്തോ ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിലും ഒക്കെ അതിങ്ങനെ ചെയ്തു പോകുന്നു. എല്ലാവരെയും പോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒരു ജോലി വേണം എന്നുള്ളൊരു ആവശ്യം തോന്നി. അങ്ങനെ ജോലിക്കായിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ തനിയെ എറണാകുളം എന്ന് പറയുന്ന, കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പെടുകയാണ്. അങ്ങനെ എറണാകുളത്ത് വെച്ച് ഒരു ജോലി കിട്ടുന്നു. തനിയെ താമസം ആരംഭിക്കുന്നു, സുഹൃത്തുക്കളുടെ കൂടെ താമസം ആരംഭിക്കുന്നു. ഒരു ദിവസം ഒരു ഇന്റർനാഷണൽ ബുക്ക് ഫെയർ നടക്കുമ്പോൾ അവിടെ വെച്ച് ഗുരുനാഥനെ കണ്ടുമുട്ടുന്നു. ആദ്യം അദ്ദേഹത്തെ കുറെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെ ഞാനും ഇടപെട്ടു. ഇതൊക്കെ തട്ടിപ്പൊന്ന് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തോട് കയർത്തു. പക്ഷെ അദ്ദേഹത്തിന് ആദ്യം വളരെ റഫായിട്ട് ഇടപെട്ടു. അദ്ദേഹം തിരിച്ച് വാടാ പോടാ ലൈനായിരുന്നു. പിന്നെ അതിന്റെ കൂടെ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൂടി, അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ കൂടി കാര്യങ്ങളൊക്കെ പയ്യെ പയ്യെ മനസ്സിലാക്കിയാണ് അനുഷ്ഠാനം എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് കടക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ദീക്ഷ എന്ന് പറയുന്നത് ഗായത്രി ആണെങ്കിലും അനുഷ്ഠാനപരമായി ഞാൻ ചെയ്ത ആദ്യത്തെ പദ്ധതി റൈക്കിയാണ്. റൈക്കി 2nd ഡിഗ്രി റൈക്കി വരെ അന്ന് ഗുരുനാഥൻ എനിക്ക് തന്നു, വലിയ ഒരുപാട് കാലയളവ് എടുക്കാതെ. പിന്നെ ഞാൻ ഈ സർപ്പദോഷത്തെ പറ്റി മനസ്സിലാക്കിയിട്ട് ജാതകവശാലുണ്ടായിരുന്ന സർപ്പദുരിതങ്ങളെ മാറ്റാനായിട്ട് പഞ്ചാക്ഷരി ജപവും സർപ്പസൂക്തത്തിന്റെ ജപവും ആരംഭിച്ചു. മറ്റ് വേദസൂക്തങ്ങളൊക്കെ പഠിക്കുന്ന കൂടെ അതങ്ങനെ തുടർന്ന് പോയി ഒരു സമയത്ത് വെച്ചിട്ട് ഈ ഗുരു പരമ്പരയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഒരാൾ വരും, അതിന്റെ പിന്നാലെ അടുത്ത ആള് തരാനായിട്ട് വരും, അടുത്ത ആള് തരാനായിട്ട് വരും. അങ്ങനെ തന്നെ ഈ അഷ്ടാക്ഷരി മന്ത്രം ഉപാസിക്കാനായിട്ട് വിഷ്ണുവിന്റെ ഓം നമോ നാരായണായ, അതിൽ സഹസ്രാവർത്തി 1000, ഒരു നേരം 1000വും 16 ആവർത്തി വിഷ്ണു സഹസ്രനാമത്തിന്റെ ജപവും എനിക്ക്
ഉപദേശിച്ചു, അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഉം. 1 വർഷക്കാലം ചെയ്യാനാണ് പറഞ്ഞത്. ഉം. ഇപ്പോ ഒരാവർത്തി സഹസ്രനാമം ജപിച്ചെത്തിക്കാനുള്ള ബുദ്ധിമുട്ട് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാലോ. അപ്പോ 16 ആവർത്തി അന്ന് ചെയ്യാനായിട്ട് ഞാനെടുത്ത എഫേർട്ട് എന്തായിരിക്കും എന്ന് ദിവസം നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹിക്കാനെങ്കിലും സാധിക്കുന്നുണ്ടാവും. അപ്പൊ എന്നെ കൊണ്ട് ഇത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നതിന് മുൻപായിട്ട് 16 തവണ. ഇപ്പൊ ജോലി ഉണ്ടെന്ന് ആലോചിക്കണം, ജോലിയും ഉണ്ട്, അതിനും പോണം. അങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തു. 1 വർഷത്തോളം ഞാൻ കൊണ്ടു നടന്നു. അപ്പൊ ആ കാലത്ത് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു പരദേവതാ തുല്യമായിട്ടുള്ള ഗ്രാമക്ഷേത്രമുണ്ട്. അവിടുത്തെ ഒരു മൂർത്തിയുണ്ട്, തിരുവള്ളൂരപ്പൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഉള്ളൂർ വാമനസ്വാമി. അദ്ദേഹം വേദവിത്താണ്, വേദം തന്നെയാണ്, വേദത്തിന്റെ പൊരുളാണ്. അപ്പം അദ്ദേഹത്തിനെ ഞാൻ ഗുരുവായിട്ട് വരിച്ച് പരമഗുരു ആയിട്ട് അദ്ദേഹത്തെ കണക്കാക്കി അദ്ദേഹത്തിന് ഒരു ദക്ഷിണ വെച്ച് നമസ്കരിച്ച് അവിടെ ഇരുന്ന് എൻ്റെ അനുഷ്ഠാനം റീസ്റ്റാർട്ട് ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, ഓരോ ദിവസങ്ങളിലും വല്ലാത്ത മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അങ്ങനെ ഈ ശ്രീവിദ്യ എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. ആ കൂടെ എൻ്റെ ഈ പരദേവതാ പ്രശ്നങ്ങൾ, പരദേവതയെ തിരിച്ചറിയാനും പരദേവതയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഇതിലേക്കെല്ലാം എന്നെ കൊണ്ടുപോയി. നല്ല നിലയിൽ ജോലി നിൽക്കുന്ന കാലയളവിൽ തന്നെ ഒരു ഏകദേശം 10 വർഷം ആയപ്പോഴേക്കും ഞാൻ റിസൈൻ ചെയ്തു. കാരണം എനിക്ക് സമയമില്ലാണ്ടായി. പൂജകൾ കഴിക്കണം, ഇതുപോലുള്ള കൺസൾട്ടേഷൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ പഠിക്കണം, ഇതൊക്കെ എല്ലാം കൂടെ വന്നപ്പോൾ ഞാൻ ജോലി വിട്ടു. പൂർണ്ണ സമയം ഈ തന്ത്രം എന്ന് പറയുന്ന വിഷയത്തിൽ ഉള്ള റിസർച്ചും പൂജയും ഗവേഷണവും പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുപോയി. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഒരു അവസ്ഥ വരെ ഇതിന്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട്, അനുഷ്ഠാനം കൊണ്ട് വരുന്ന മാറ്റം എന്താണ്, അനുഷ്ഠാനം കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ മാറ്റം വരുമോ എന്ന് എന്നോട് ചോദിക്കുമ്പം എന്നെ ഉള്ളില്, സത്യം പറഞ്ഞാൽ ഉള്ളിൽ നമുക്കിങ്ങനെ ആ കാലയളവ് ആലോചിക്കുമ്പോൾ ഒരു വേവലുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു നൊമ്പരം ഉണ്ടെങ്കിലും അന്നത്തെ കാലത്തെ ആ ഒരു എടുത്ത ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോൾ. പക്ഷെ ഉറപ്പായിട്ടും എല്ലാവരോടും പറയാൻ പറ്റും, എന്താണ് അനുഷ്ഠാനം കൊണ്ട് മാറ്റം വരും എന്ന് ചോദിച്ചാൽ ഞാനാണ് അതിന്റെ തെളിവ്. ഞാൻ തന്നെയാണ് തെളിവ്. കാരണം ഇതുമായി ഒരു ബന്ധം, എന്നെ വളരെ വ്യക്തമായി അറിയാവുന്ന എല്ലാവർക്കും അതറിയാം, എല്ലാവർക്കും. കാരണം തിരുവള്ളൂരപ്പന്റെ അവിടെ ഞാനിരുന്ന് ജപിക്കുന്ന കാലയളവിൽ അവിടെ വന്ന് തൊഴുതിരുന്നവര്, അവിടെ ആ അമ്പലത്തിലെ ജോലിക്കാര്, അവിടെ ശാന്തി കഴിച്ചിരുന്ന ആളുകൾ, തന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും എനിക്ക് വന്ന മാറ്റം എന്താണെന്നുള്ളത് അവർക്കറിയാം. എന്റെ വീട്ടുകാരല്ലെ കുടുംബത്തിലുള്ളവരൊക്കെ എല്ലാം. നമ്മുടെ മുറിഞ്ഞു പോയ കണ്ണികളെല്ലാം നമുക്ക് തിരികെ കിട്ടും. ഈ പഴയ പ്രാചീന മന്ത്രവാദ ആ പാരമ്പര്യം നമ്മളിലേക്ക് തിരികെ നമ്മൾ അർഹനാകുമ്പോഴാണ് നമ്മുടെ കയ്യിൽ കൊണ്ടുതരിക. നമ്മളിത് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ആളാകുമ്പോൾ നമ്മുടെ അടുത്ത് കൊണ്ടുതരും. അങ്ങനെ ഇത് ആ പ്രാചീനമായ ആ ഒരു സംഗതി എൻ്റെ കയ്യിലേക്ക് മൺമറഞ്ഞു പോയ അല്ലെങ്കിൽ കൈവിട്ടു പോയതെല്ലാം തിരികെ കൊണ്ട് തരികയും പഴയ പരദേവതയായിരുന്ന രക്തേശ്വരിയെയും ശാസ്താവിനെയും കിട്ടുകയും അത് വീണ്ടും എൻ്റെ ജീവിതത്തിലെ അനുഷ്ഠാനത്തിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ മാറ്റുകയും ഇന്ന് വരെ അത് ജപിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. രക്തേശ്വരി തന്നെയല്ലേ ഈ മാതങ്കി എന്ന് പറയുന്നത്? അല്ല. ഞാൻ ആകെ ഒരു ശിവനെയും പാർവതിയെയും മാത്രമേ അറിയുള്ളൂ. വേറെ ആണിനെയും പെണ്ണിനെയും അറിയില്ല. പക്ഷേ എന്റെ അമ്മ തന്നെ എന്റെ കൂടെ ഇരിക്കുമ്പോൾ എന്റെ അമ്മയായിട്ടും, എന്റെ കുഞ്ഞിന്റെ കൂടെ എന്റെ മുത്തശ്ശിയായിട്ടും, അച്ഛന്റെ കൂടെ ഇരുന്നപ്പോൾ ഭാര്യയായിട്ടും, അമ്മ വേറെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതായിട്ടും ഇരിക്കുന്നില്ലേ? അതുപോലെ ഈ ദേവി തന്നെ പല ഭാവങ്ങളെ ആശ്രയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഒരു കാലയളവിന് ശേഷം ഞാൻ ഒരു അമ്പലത്തിൽ ശാന്തി കഴിക്കാനായിട്ട്, ജോലി ചെയ്യാനായിട്ട് ഒരു സ്ഥലത്ത്, അത് അവിടെ ചെന്ന് താമസിക്കുന്ന കാലയളവില് എനിക്കൊരു ഉപദേശം, ഒരു ഉൾവിളി പോലെ ഒരു ഇത് വന്നു. 9 മാസം കൊണ്ട് 10 ലക്ഷം പഞ്ചാക്ഷരി ജപിക്കണം. ഒരു ദൗത്യം പോലെ കണക്കാക്കി ഞാൻ അവിടെ നേരെയുള്ള പഞ്ചാക്ഷരിയോ അതോ ചിദംബരം? ഓം നമഃ ശിവായ
അത് ഞാൻ പമ്പയുടെ തീരത്തിരുന്ന് 9 മാസം കൊണ്ട് ഈ 10 ലക്ഷം എന്ന് പറയുന്ന സംഖ്യ ജപിച്ചെത്തിച്ചു. ജപിച്ചെത്തിച്ചതിന് ശേഷം അവിടെ വച്ച് അഗസ്ത്യ പരമ്പരയിലുള്ള ദ്രാവിഡമായ മാന്ത്രിക വിദ്യകളിലും ആര്യമായ വേദത്തിലും പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം ഉള്ള ഒരാൾ, ഒരു സിദ്ധനായ ഒരു ഗുരുവിൽ നിന്ന് അവരുടെ പരമ്പരയുടെ രഹസ്യമായിട്ടുള്ള ശിവരാജയോഗത്തിലെ അല്ലെങ്കിൽ ശൈവയോഗത്തിലെ ഒരു മന്ത്രത്തെ അദ്ദേഹം എനിക്ക് തന്നു. അവിടെ വെച്ച് അദ്ദേഹത്തെ ഗുരുവായിട്ട് കിട്ടി. അത് കിട്ടിയതോടുകൂടി എൻ്റെ ഭയം മാറി. അങ്ങനെ ആ മന്ത്രം കിട്ടാൻ വേണ്ടിയായിരുന്നു ഈ 10 ലക്ഷം ജപം അടിസ്ഥാനമായിട്ട് എന്നോട് പറഞ്ഞത്, തൊഴിലുറപ്പൻ പറഞ്ഞതെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ അവിടെ വെച്ച് ആ മന്ത്രത്തിന് കൂടി ദീക്ഷ തന്നു. അതിന്റെ 4 ലക്ഷം ജപം ഞാൻ അവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്തു. അവിടുന്ന് പോന്നു. അപ്പൊ ഇത്രയും ജപങ്ങൾ ഇപ്പം ഇങ്ങനെ നിത്യകർമ്മം പോലെ എല്ലാ ജപങ്ങളും അന്ന് തൊട്ട് ഇന്ന് വരെയുള്ളതെല്ലാം നിത്യകർമ്മമായിട്ട് ദിവസം ഒരാവർത്തിയെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടേ പോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഷൽക്കർമ്മങ്ങളിൽ വരുന്ന മന്ത്രവാദക്രിയകളിൽ വരുന്ന ആവാഹന ഉച്ചാടനം പോലെയുള്ള കർമ്മങ്ങൾ, ഈ ബാധാ വേർപാടുകൾ, ഇതൊക്കെ എന്നെ തേടിയെത്തി. പക്ഷെ അന്നും ഇന്നും ഞാനിങ്ങനെ മനസ്സിൽ കൊണ്ടു കിടന്ന, ആഗ്രഹിച്ചു നടന്ന, അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ വേണമെന്ന് എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന കാവുകളുടെ പുനരുദ്ധാരണം എന്ന് പറയുന്ന ഒരു വിഷയം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ആഗ്രഹം പോലെയും എൻ്റെ ഒരു നിയോഗം അതാണെന്നും ഒക്കെ ഞാനിങ്ങനെ മനസ്സിൽ കരുതിയിരുന്നു. വളരെ പെട്ടെന്ന് ഒരു 5 കൊല്ലം മുൻപ് മുതൽ എനിക്ക് കാവുകൾ ഒരുപാട് വന്നു തുടങ്ങി. അങ്ങനെ ഏകദേശം 46 കാവുകൾ ഞാൻ പുനരുദ്ധരിച്ചു. അത് ഒരുപാട് ചെലവൊക്കെ വാങ്ങാതെ, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ധനം ചെലവാക്കാതെയൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ മാസം കൂടി ഒരെണ്ണം ചെയ്തു. ഇതെല്ലാം ഭഗവതി, സാക്ഷാൽ ഭഗവതി അനുഗ്രഹിച്ചിട്ടാണ്, സാക്ഷാൽ തിരുവള്ളൂരപ്പൻ അനുഗ്രഹിച്ചിട്ടാണ്, എൻ്റെ പിതൃക്കള്, പരദേവത, ഇവരെല്ലാം എന്നെ അനുഗ്രഹിച്ചിട്ടാണ്, എൻ്റെ പരമ്പര. ഇന്നിപ്പോ ഞാൻ അഗസ്ത്യ പരമ്പരയിൽ ഈശ്വരകാരുണ്യം കൊണ്ട് അഗസ്ത്യ പരമ്പരയിൽ മന്ത്രദീക്ഷിതനാണ്. നാഥ പരമ്പരയിൽ ദത്താത്രേയ സമ്പ്രദായത്തിൽ ശ്രീവിദ്യാദീക്ഷിതനാണ്. പരശുരാമ പരമ്പരയിൽ ശ്രീവിദ്യാദീക്ഷിതനാണ്. അഗസ്ത്യ പരമ്പരയിൽ കൂടി ശ്രീവിദ്യാദീക്ഷിതനാണ്. ഇത് കൂടാതെ വിശ്വാമിത്ര പരമ്പരയിൽ ഗായത്രി ദീക്ഷിതനാണ്. ഇത്രയും കാര്യങ്ങൾ തന്നത് സാക്ഷാൽ തിരുവള്ളൂരപ്പൻ. ഞാനൊരു ഒരു പൂവേ ചോദിച്ചുള്ളൂ, അതിനെനിക്ക് പൂക്കാലം പോലെ എനിക്ക് എന്നിലേക്ക് ഇങ്ങനെ വർഷിച്ചു. ഇന്നും ഇങ്ങനെ ഒരുപാട് മന്ത്രങ്ങൾ നമ്മൾ പോലും അറിയാതെ ഒരുപാട് മന്ത്രങ്ങൾ നമുക്ക് തന്നിട്ട് പോയി ആളുകൾ, ഒരുപാട് പേര്. ഈവൻ കൊൽക്കത്ത കാളിയുടെ പരമ്പരയിൽ നിന്ന് അവിടുന്ന് ജോലിക്ക് വന്ന ഒരാൾ ഇവിടെ വന്ന് ആ കാളിയുടെ ധ്യാനവും മൂലവും പറഞ്ഞു തന്നിട്ട് പോയി. എനിക്കും ഈ പറഞ്ഞ ദീക്ഷകളെല്ലാം ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ മീറ്റ് ചെയ്യുന്നത്. എനിക്ക് അഗസ്ത്യ പരമ്പരയിൽ നിന്ന് ചിദംബര ചക്രത്തിന്റെ ദീക്ഷയുണ്ട്, പിന്നെ ശ്രീവിദ്യ ദീക്ഷയുണ്ട്. നാദയോഗ സമ്പ്രദായമാണ് എൻ്റെ ഫസ്റ്റ്. 2012 നാദയോഗ സമ്പ്രദായത്തിലാണ് ഞാൻ തുടങ്ങുന്നത്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഒരു വഴി കൂടെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഓരോ ആളുകളൊക്കെ വരുമല്ലോ, അപ്പൊ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ചില പോഡ്കാസ്റ്റുകളൊക്കെ വേണ്ടി വന്നു. അങ്ങനെ ഞാനിതിലൊരു സക്സസ്ഫുൾ ആയിട്ട് പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണോ, അല്ലെങ്കിൽ എൻ്റെ അറിവെന്ന് പറയുന്നത് ഒരു പോഡ്കാസ്റ്റിന് യോഗ്യമാണോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സമീപിച്ച ആൾ എനിക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു. അയാളാണ് ചെയ്യുന്നത്. അപ്പൊ അയാൾക്ക് ഉള്ള സംശയങ്ങൾ അയാൾ ചോദിക്കുന്നു, അതിന് മറുപടി പറഞ്ഞാൽ മതി എന്നുള്ള നിലയ്ക്ക് തുടങ്ങിയ പോഡ്കാസ്റ്റ് ഇപ്പൊ ഇന്ന് 4-5 ചാനലുകളിലായിട്ട് 40-50 വീഡിയോസിന് മുകളിൽ പോയിട്ടുണ്ട്. ഒരുപാട് ചാനലുകളിൽ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ചെയ്യാനൊക്കെ ആയിട്ട്. എനിക്ക് സാധിക്കുന്നതാണെങ്കിൽ ചെയ്യാറുണ്ട്. ചിലർ ഇവിടെ വന്ന് എടുക്കാറുണ്ട്, ചിലർ ഞാൻ അവിടെ പോകാൻ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ പോയി ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അറിവ് എന്ന് പറയുന്ന സാധനം ഞാൻ മൂടിക്കെട്ടി വെക്കേണ്ട ഒന്നല്ല. കാരണം ഇത് എന്റെ സ്വന്തമല്ല, ഇത് പരമ്പരയുടെയാണ്. പരമ്പര ആവശ്യപ്പെടുന്ന മുറയ്ക്ക് കൊടുക്കുക എന്നുള്ള പണി മാത്രമേ എനിക്കറിയൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സാമ്പാറിൽ കിടക്കുന്ന തവിയുടെ ജോലിയാണ് എനിക്ക്. ആർക്ക് വെണ്ടയ്ക്ക കൊടുക്കണം, ആർക്ക് തക്കാളി കൊടുക്കണം, ആർക്ക് കഷ്ണമില്ലാതെ അതിന്റെ അത് മാത്രം കൊടുക്കണം, അല്ലെങ്കിൽ ആർക്ക് എന്തൊക്കെ എപ്പോൾ കൊടുക്കണം, എത്ര അളവിൽ കൊടുക്കണം, ഇതൊന്നും ഞാൻ തീരുമാനിക്കുന്നതല്ല. എന്റെ പണി കോരി ഒഴിക്കുക, ഈ ജോലി മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇത് കൊടുക്കേണ്ടത് പരമ്പരയാണ്. ആ പരമ്പരകൾ കൃത്യമായിട്ട് എന്നിലൂടെ ആ സമയാസമയത്ത് ഇത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്നും പറയും, ഞാൻ വെറും 7-ാം കൂലിയാണ്. എന്നെ ഇതിപ്പോ നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ തന്നത്. സത്യത്തിൽ ഞാനില്ല ഈ ഒരു പരമ്പരയിൽ, ഈ ഋഷി പരമ്പരയിൽ ഏതെങ്കിലും ഒരു കണ്ണിയാണെന്ന് പോലും പറയാനുള്ള അവകാശവാദമോ
ഈ പരമ്പരകളിൽ എവിടെയെങ്കിലും ഒരു ഗുരുവാണെന്ന് വാദിക്കാനുള്ള വിവരമോ അതിനുള്ള വിവരക്കേടോ എനിക്കില്ല. ഞാനിതൊന്നുമല്ല. ഞാനൊരു സാധാരണ ഒരു മനുഷ്യൻ. ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്നാണ് എന്റെ പോളിസി. നിങ്ങൾ ജീവിക്കൂ, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക, അവരെ അവരായിട്ട് നിലനിർത്തുക. അവരുടെ സ്വത്വം എന്താണോ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അവരെ നമ്മൾ മാറ്റാനോ അവരെ മാറ്റിയെടുക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കേണ്ട. ഏറ്റവും വലിയ യുക്തിവാദിയോ കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ അതിലും മുകളിലെ മാവോയിസ്റ്റോ എന്തെങ്കിലും ആയ ഒരാളോടും നമുക്ക് കോമൺ ആയിട്ട് സംസാരിക്കാൻ കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. മനുഷ്യരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള തലത്തിൽ നിന്നിട്ട് നമുക്ക് ചേരാൻ പറ്റുന്ന ചേരുക. അല്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ മൗനം പാലിക്കുക, സംസാരിക്കാതിരിക്കുക. ഈ ഒരു പോളിസിയിലാണ് ഞാൻ പോകുന്നത്. അപ്പം എന്റെ വഴി തെറ്റാണെങ്കിൽ തിരുവള്ളൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് തെറ്റായ ഫലമേ ആവശ്യമുള്ളൂ. ശരിയായ ഫലം യോഗ്യരായിട്ടുള്ളവർ കൊണ്ടേക്കോട്ടെ. എനിക്ക് എന്താണോ അവിടുന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് അത് തരാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഓരോ സമയത്തും തന്നതുപോലെ തന്നെ ഇനി മുക്തി എന്ന് പറഞ്ഞൊരു വസ്തു ശരിക്കും ഉണ്ടെങ്കിൽ അത് അദ്ദേഹം ആ സമയത്ത് തന്നോളും, അല്ലെങ്കിൽ ഞാനതിന് അർഹനായിക്കോളും എന്നുള്ള ഉത്തമവാദി ബോധ്യത്തിന്റെ പുറത്താണ് ഈ അനുഷ്ഠാനങ്ങളും ഇപ്പൊ നിങ്ങളെ കാണുന്ന പോഡ്കാസ്റ്റുകളും സകലതും ഞാൻ ചെയ്തു പോകുന്നത്. ഇത്രേ ഉള്ളൂ സത്യത്തിൽ. ഞാൻ വെറും ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നു. ശർമാജി, നമ്മള് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, അങ്ങേക്ക് ആദ്യമായിട്ട് ഒരു ഗുരു എറണാകുളത്ത് വെച്ച് ഒരു ദീക്ഷ തന്നു എന്ന് പറഞ്ഞില്ലേ? അത് ഏത് പരമ്പരയായിരുന്നു? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്? ആദ്യത്തെ ദീക്ഷ എന്ന് പറഞ്ഞാൽ ഈ ഉപനയന സമയത്തുള്ള ഗായത്രി ദീക്ഷ ഉണ്ടല്ലോ. മനസ്സിലായി. അത് 14 അതല്ലാതെ വരുന്ന ഒരു ദീക്ഷ. അതല്ല, ഉപനയന സമയത്തുള്ള ഗായത്രി ദീക്ഷ കഴിഞ്ഞു വരുന്ന ദീക്ഷ എന്ന് പറയുന്നത് ശരിക്കും റേക്കിയുടെ ദീക്ഷയാണ്. റേക്കി പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം വന്നു. ശരിക്കും ഉസൂയിയുടെ നമ്മൾ പറയില്ലേ, ആദ്യത്തെ ഫൗണ്ടർ ആയിട്ടുള്ള ഉസൂയിയുടെ പരമ്പരയെന്ന് ഒരുപക്ഷെ ഞങ്ങൾ 12ാമത്തെയോ 11ാമത്തെയോ ഒക്കെ കണ്ണിയാന്ന് തോന്നുന്നു ഞാൻ. എന്റെ സാധനയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ശർമാജി, ശിവൻ എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു ഡിസ്ട്രക്റ്റീവ് എനർജി ആയിട്ടാണ് ശിവനെ കാണുന്നത്. ശരിക്കും അദ്ദേഹം ഒരു ഹീലറാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഹീലിംഗ് എനർജി എല്ലാം എൻ്റെ അഭിപ്രായത്തിൽ ശിവനിൽ നിന്ന് പോയിട്ടുള്ള ആ ഒരു നീല വെളിച്ചമുള്ള ഒരു എനർജിയാണ് ശരിക്കും. അല്ല, അത് സംശയമില്ലല്ലോ. അത് സംശയമില്ലാത്ത കാര്യമല്ല. ശിവനാണ് ഏറ്റവും വലിയ മൃത്യുഞ്ജയ രുദ്രൻ തന്നെ ശിവനാണല്ലോ. സഞ്ജീവനി രുദ്രനും ശിവൻ തന്നെയാണ്. അസുഖത്തെ ഇല്ലാണ്ടാക്കാനും രോഗത്തെ ഹരിക്കാനും ഇതുപോലെ ശേഷിയുള്ള ഒരു ദേവത ഇല്ല. ശിവനാണ് എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത്. ശിവൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ശിവന്റെ റിഫ്ലക്ഷൻ മാത്രമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പറയാറുണ്ട്, എല്ലാവരും ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോൾ ശിവൻ മാത്രമേ ഉള്ളൂ റഫറി ആയിട്ട്. ബാക്കി എല്ലാവരും കളിച്ചേ പറ്റുള്ളൂ. അദ്ദേഹം വിസിലടിക്കുന്നവരെ കളിക്കണം. അക്കാലത്ത് പ്രളയം ഉണ്ടാവും, കളി നിൽക്കുമ്പോൾ പ്രളയം ഉണ്ടാവും. ആ പ്രളയം ഉള്ളപ്പോൾ റഫറി ബാക്കിയാവും. വീണ്ടും കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കളിക്കാരെല്ലാം ഗ്രൗണ്ടിൽ ഇറങ്ങണം. അപ്പോഴും റഫറി ഇവിടെ ഉണ്ട്. എല്ലാ കാലത്തും ഈ ചക്രം സൃഷ്ടി സ്ഥിതി സംഹാര തിരോധാന ലയങ്ങളെ ചെയ്യുന്ന ഈ ചക്രം എവിടെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നോ ആ കാലത്തെല്ലാം ശിവൻ അതത് ഭാവങ്ങളിൽ ശിവനുണ്ട്. സൃഷ്ടി ചെയ്യേണ്ട സമയത്ത് ബ്രഹ്മാവായിട്ടും, സ്ഥിതി ചെയ്യേണ്ട സമയത്ത് വിഷ്ണുവായിട്ടും, സംഹാര സമയത്ത് മഹേശ്വരനായിട്ടും, തിരോധാനകാരകനായിട്ടും, അല്ലെങ്കിൽ ലയകാരകനായി പ്രളയസ്വരൂപനായിട്ടുള്ള രുദ്രനായിട്ടും എല്ലാം മഹാദേവൻ ഇങ്ങനെ ഓരോ സമയങ്ങളിൽ തന്റെ സാമർഥ്യമായ ശക്തിയോടുകൂടി പരിലസിക്കുകയാണ്. ആ ശക്തിയാവട്ടെ ശിവനോട് കൂടി ഇരിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ശിവനിലൂടെ നടത്താൻ സാമർഥ്യമുള്ള ഉള്ളവളാകുന്നു. ഇനി ശിവനാകട്ടെ ഈ ശക്തി ശിവനോട് കൂടി ഇരിക്കുന്നത് കൊണ്ട് സദാസമയവും നാശമില്ലാത്തവനും അചഞ്ചലനും നിർവികാരനും നിർമ്മമനുമായിട്ട് ഭവിക്കുന്നു. ഇങ്ങനെ ഇവര് പരസ്പര വർത്തിത്വത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ ശിവനും ശക്തിയും തമ്മിൽ എന്താണ് ഭേദം എന്ന് ചോദിച്ചാൽ ചൂടും തീയും തമ്മിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ഒന്നുണ്ടെങ്കിലേ മറ്റതിന് നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ മറ്റതില്ല. ഒന്നില്ലാത്തത് ശക്തിയില്ലാത്ത ശിവനും വെറും ശവവും, ഒന്നുമില്ല, ഒരു ഗുണമില്ലാത്തവനും. എന്നാൽ ശിവനില്ലാത്ത ശക്തിക്ക് പ്രവർത്തിക്കാൻ ഒരു മാധ്യമം ഇല്ലാതെ ആയിപ്പോവും. അതായത് പ്രതിഫലനം ഇല്ലാത്ത കണ്ണാടി പോലെ ഒരു പ്രയോജനം ഇല്ലാത്തൊരു വസ്തുവായിട്ട് ശിവൻ മാറും ശക്തിയില്ലെങ്കിൽ. അപ്പോ രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ, പുരുഷനും പ്രകൃതിയും കൂടെ ചേരുമ്പോൾ മാത്രമേ അവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവുള്ളൂ. അതിൽ മാത്രമേ ഈ പ്രപഞ്ചത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് ഞാനിങ്ങനെ എൻ്റെ ചെറിയ ഒരു കാലയളവിനുള്ളിലും ചെറിയ ബുദ്ധി കൊണ്ടും മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഗ്രന്ഥങ്ങളൊന്നും പഠിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല.
ഞാൻ ഈ ഗ്രന്ഥവായനയൊക്കെ 2017 അവസാനിപ്പിച്ചു. ഞാനും അങ്ങനെ. ലൈബ്രറി അകത്ത് തുറക്കട്ടെ ലൈബ്രറി എന്ന് ഗുരുനാഥൻ പറഞ്ഞു. പുറത്ത് ലൈബ്രറി അടയ്ക്കുമ്പോൾ അകത്ത് ലൈബ്രറി തുറക്കും എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ എന്റെ അകത്തെ ലൈബ്രറി തുറക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കാം. നമ്മള് ഈ നാഗദേശത്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, പരശുരാമൻ കാവുകൾ വെട്ടിത്തെളിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു നാഗദേശമായിട്ട് സങ്കല്പങ്ങളുണ്ട്. അത് എനിക്കത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ കാരണം, ഇപ്പൊ എൻ്റെ ഒറിജിൻ വന്നിട്ട്, ഞാനിപ്പം കേരളത്തിലില്ല കുറെ വർഷങ്ങളായിട്ട്, എന്നിരുന്നാലും ഒറിജിൻ വന്നിട്ട് ഹരിപ്പാട്, ആ മണ്ണാർശാല, ആ ഏരിയ ആയിരുന്നു നമ്മളുടെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇപ്പോഴും ആ മണ്ണാർശാല ഒതുങ്ങി നിൽക്കുന്ന ഇപ്പൊ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ, കുറച്ച് ഏക്കറുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ചുറ്റിനും നമ്മുടെ ഒരു അർബൻ സൈഡ് ആയാലും കൊമേഴ്ഷ്യൽ സൈഡ് ആയെങ്കിൽ തന്നെയും അവിടെ പാമ്പുകളുടെ പ്രസൻസ് ഒരുപാടുണ്ട്. വീടുകളിലൊക്കെ ചുമ്മാ പാമ്പുകൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും. അവിടെ കുളങ്ങളൊക്കെ ഉണ്ടാവും, അവിടെയൊക്കെ ഇങ്ങനെ പാമ്പുകൾ. മറ്റുള്ള സ്ഥലങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് പലതും ചെറുതും വലുതുമായിട്ടുള്ള പല പാമ്പുകളുടെ പ്രസൻസ് അവിടെ ഞാൻ കണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിനെ ഒന്ന് ഇലാബറേറ്റ് ഒന്ന് ചെയ്തൊന്ന് പറയാമോ? നമ്മുടെ നാഗദേശ സങ്കല്പവും പരശുരാമന്റെ ആ ഒരു ഇത് വെട്ടിത്തെളിച്ചുണ്ടാക്കിയ ആ ഒരു ഇതും, ആ ഒരു പിന്നെ അവിടെ കുറെ ഒരു ശക്തിപീഠങ്ങളൊക്കെ സ്ഥാപിക്കുകയൊക്കെ ഉണ്ടായി, അതൊക്കെ ഒന്ന് വ്യക്തമാക്കി തരാമോ? ഇതൊക്കെ നമുക്ക് എന്താ പറയാ, ഇപ്പം ഒരുവിധം സ്റ്റോറീസ് ആയിട്ട് നമുക്ക് ചരിത്രമാണോ എന്ന് ചോദിച്ചാലൊന്നും നിശ്ചയമില്ലാത്ത വിധം ഐതിഹ്യവും ചരിത്രവും കൂടെ കൂട്ടിക്കുഴഞ്ഞ് കിടക്കണം. അതായത് ഈ ജനമേജയന്റെ സർപ്പയജ്ഞം നടന്നില്ലേ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ കാലത്ത് ഈ സർപ്പങ്ങൾ വന്നിട്ട് സത്യം ചെയ്യും അത്ര, ഞാൻ തക്ഷകനല്ല എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്തിട്ട് ഈ സർപ്പങ്ങളെല്ലാം കടലിലേക്ക് എടുക്കുകയാണ്. അപ്പൊ ആ സമയത്താണ് ബ്രാഹ്മണർക്ക് ഭൂദാനം ചെയ്തിട്ട് പരശുരാമൻ ഇവിടെ നിൽക്കുന്നത് കേരളത്തില്. അപ്പൊ ഈ സർപ്പങ്ങളുടെ ആഗമനം കണ്ടപ്പം ഈ ദേഹത്ത് പൊള്ളിയ സർപ്പങ്ങളെല്ലാം ഉപ്പുവെള്ളത്തിൽ വീണപ്പോ കൂടുതൽ പരിഭ്രാന്തരായി, അവര് വല്ലാണ്ടായി, അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൽ അവര് ആദ്യം കണ്ട ദേശത്തേക്ക് പാഞ്ഞു കയറി. അപ്പൊ അസംഖ്യം സർപ്പങ്ങൾ കേരള ദേശത്തേക്ക് വരുന്നത് കണ്ടോണ്ട്, തീരദേശമല്ലേ, അങ്ങോട്ട് വരുന്നത് കണ്ടോണ്ട് ഈ ഭൂമി കിട്ടിയ ആളുകളെല്ലാം തന്നെ പിന്തിരിഞ്ഞു അത്ര. അവര് പരശുരാമനോട് അഭ്യർത്ഥിച്ചു, ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അപ്പൊ പരശുരാമൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് അവർക്കും പ്രയോജനമുണ്ട്, അവരെ കൊണ്ട് നിങ്ങൾക്കും പ്രയോജനം ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ സർപ്പങ്ങളെ കൈകാര്യം ചെയ്യാൻ, അവരുടെ ചികിത്സയെ നോക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നാഗദേശം എന്ന് പറഞ്ഞ് പ്രത്യേക ദേശമുണ്ട്, നാഗാലാൻഡുകാർ. ഈ നാഗദേശത്ത് നിന്ന് ആളുകളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ നാഗന്മാർ ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരികയാണ്. അവരുടെ കൂടെ നാഗന്മാർ വന്ന കൂട്ടത്തില് ഇവരുടെ പരിചരണ വൃന്ദമായിട്ട് വന്നവരാണ് ഈ പുള്ളുവ സമുദായം. കാവുകളുടെ സംരക്ഷണം, അതിൽ ഉത്തരവാദിത്തമായിട്ട് കാവ് വെട്ടി തെളിക്കേണ്ടി വന്നാൽ വെട്ടിത്തെളിക്കണം, കാവ് വെച്ചു പിടിപ്പിക്കേണ്ടി വന്നാൽ വെച്ചു പിടിപ്പിക്കണം, ഒരു പാട്ട് പാടുന്നു, ആ പാട്ടുകൾ പാടണം, ഇങ്ങനെയുള്ള പർപ്പസിനായിട്ട് അവരെ കൊണ്ടുവന്നു എന്നാണ്. അപ്പൊ അവരുടെ കൂടെ വന്ന ഈ നാഗൻ സമുദായം എന്ത് പറ്റിയെന്ന് വെച്ചാൽ 1-2 തലമുറകൾ കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ആയ് സമുദായമായിട്ട്, ആയ് എന്ന് പറഞ്ഞാൽ ഇടയ സമുദായമാണ്, ആയ് സമുദായമായിട്ട് ഈ നാഗ സമുദായം ഇടകലർന്നു. നാഗ സമുദായം എന്ന് പറഞ്ഞാൽ ശരിക്കും നാഗവംശീയ ക്ഷത്രിയരാണ്. അവര് കേരളത്തിലെ ആയ് സമുദായമായിട്ട് ഇടകലർന്നിട്ടാണ് കേരളത്തിലെ നായർ സമുദായത്തിന്റെ ഉത്ഭവം ഉണ്ടായത്. നാഗ പ്ലസ് ആയാണ് നായർ സമുദായമായി മാറിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നായർ തറവാടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാവുകൾ വളരെ 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 ഉണ്ട്. എല്ലാ നായർ തറവാടുകൾക്കും കാവുണ്ട്. നായർ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ ധർമ്മദൈവം എന്ന് പറയുന്നതിൽ ഒന്ന് സർപ്പമാണ്. എപ്പോഴും ഈ സർപ്പത്തെ വിട്ടിട്ട് ഒരു കളിയിൽ ഉണ്ടാവില്ല. അപ്പൊ അതിന് കാരണം വരാനുള്ള കാരണം ഈ കൾട്ട് കിടക്കുന്നതുകൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ ചരിത്രകാരന്മാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഐതിഹ്യകാരന്മാരും പറഞ്ഞിട്ടുണ്ട്. ഞാനത് നേരിട്ട് കണ്ട ആളല്ലാത്തതുകൊണ്ട് എനിക്കിത് അത്ര എന്ന് ചേർക്കാനേ പറ്റൂ. ഈ സമുദായങ്ങളുടെ എല്ലാം കിടപ്പ് നോക്കുമ്പോൾ ഏതാണ്ട് ശരിയല്ലേ എന്ന് നമുക്ക് സംശയിക്കാവുന്ന വിധത്തിലാണ് ഇപ്പൊ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കിടക്കുന്നത്. എന്തോ ഒന്ന് സംഭവിച്ചതിന് ശേഷം ഇങ്ങനെ ആയി എന്ന് പറയാനേ പറ്റൂ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വിത്ത് എവിഡൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അഗസ്ത്യമുനി സൗത്ത് അമേരിക്കയിലും ചിലിയിലും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. അവര് അഗസ്ത്യമുനിയെ സെയിന്റ് അഗസ്റ്റിൻ എന്നായിരുന്നു വിളിക്കുന്നത്. പേര് വരെ സിമിലർ ആണ്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ കാസ്പിയൻ ആണ്, കശ്യപ മഹർഷിയാണ് കാസ്പിയൻ എന്നുള്ള വാക്കില്. കനോപ്പി സ്റ്റാർ എന്ന് പറഞ്ഞു, കനോപ്പി സ്റ്റാർ അത് അഗസ്ത്യമുനി തന്നെയാണ്.
അത് ന്യൂസിലൻഡുകാർ അങ്ങനെ ആ ഒരു ഫോർ ഫാദറായിട്ട് വർഷിപ്പ് ചെയ്യുന്നുണ്ട്. ഈ ചിലിയിലുള്ള സൗത്ത് അമേരിക്കയിലുള്ള ആൾക്കാർ പറയുന്നുണ്ട്, ഈസ്റ്റിൽ നിന്ന് വന്ന ഒരു സെയിന്റ് ഡിസെൻഡ് ചെയ്തു, അതിലേക്ക് ഡിസെൻഡ് ചെയ്തിട്ട് ഞങ്ങളെ ഇത് പഠിപ്പിച്ചു, സിവിലൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിനകത്ത് മൂലികകളുണ്ട്, ഹീലിംഗ് ഉണ്ട്, യോഗ, മെഡിറ്റേഷൻ, ഇതെല്ലാം പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. സ്പിരിച്വാലിറ്റി പഠിപ്പിച്ചു എന്നാണ്. അപ്പൊ നമുക്കറിയാം, ശിവൻ അഗസ്ത്യമുനിയെ 18 ഋഷീശ്വരന്മാരെ തെക്കോട്ട് വിടുകയാണ് ചെയ്യുന്നത് ഇത് പഠിപ്പിക്കാൻ വേണ്ടി. ഇങ്ങനെ സ്പിരിച്വാലിറ്റി അങ്ങനെ വരാം, സാധ്യത ഉണ്ട് അതിനൊക്കെ. അത്രയ്ക്കൊന്നും പറയാൻ അറിയില്ലെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഉറപ്പായിട്ടുമുണ്ട് അവിടെ ഈ ഒരു സാന്നിധ്യം, ഈ നാഗങ്ങളുടെ സാന്നിധ്യം കേരളത്തിൽ വരാൻ ഇങ്ങനെ ഒരു കാരണം ഉണ്ടായേക്കാം. അപ്പം ഇവിടെ എല്ലാ സമുദായങ്ങളിലുമായിട്ടും എല്ലാ ഗോത്രങ്ങളിലുമായിട്ടും ഈ നാഗദേവതകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. ആദിമ ആളുകൾ ആചരിച്ചിരുന്ന സർപ്പങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ, അതായത് വനവാസികൾ ആചരിച്ചിരുന്ന സർപ്പങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ആരാധനയും ഈ ആര്യമായി പുതിയതായിട്ട് വന്ന പദ്ധതി, ഞാൻ ആര്യം എന്ന് പറഞ്ഞാൽ എന്തോ കേമ പിടിച്ചതെന്നൊന്നുമല്ല അർത്ഥം, ഞാൻ പറഞ്ഞത് പുതിയതായിട്ട് വന്നതെന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചെന്നുള്ളത്, ന്യൂ കമ്മിങ് അല്ലെങ്കിൽ ന്യൂ കമർ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാണ്. അങ്ങനെ ഒരു പദ്ധതിയുമായി ഇവിടെ സങ്കരമായി. എന്നാൽ ദ്രാവിഡമായ പദ്ധതി അങ്ങനെ തന്നെ നിലനിന്നു. ചിലത് രണ്ടും കൂടെ ഒന്നായി പോയി, ചിലത് രണ്ട് പദ്ധതിയും തമ്മിൽ തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയിലായി. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്തായാലും നാഗാരാധന പദ്ധതി കേരളത്തിന്റെ ഒരു അടിസ്ഥാന ദേവതയായിട്ടും കേരളത്തിലെ അടിസ്ഥാന പദ്ധതിയായിട്ടും നാഗാരാധന പദ്ധതി കേരളത്തിൽ അങ്ങനെ നിലനിന്ന് പോരുകയാണ്. അത് നമ്മൾ ഗോകർണം മുതൽ അങ്ങേയറ്റം വരെ എടുത്താല്, കന്യാകുമാരി വരെ എടുത്താലുള്ള എല്ലാ സ്ഥലങ്ങളിലും, അതായത് കേരളത്തിലെ 64 ഗ്രാമങ്ങളിലായിട്ടും ഇതിങ്ങനെ കിടക്കുകയാണ്. അപ്പോ ഈ കേരളം ഇത് വിട്ടിട്ട് കേരളത്തിനൊരു നിലനിൽപ്പില്ല. രാഹുവിന്റെ ദേശമാണ് കേരളം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഈ രാഹുവിന്റെ ദേശത്ത് വസിക്കുന്ന ആളുകൾക്ക് സാധാരണഗതിയിൽ നാശം ഉണ്ടാവാതെ പ്രോസ്പെരിറ്റി ഉണ്ടാവും, എല്ലാ കാലത്തും പ്രോസ്പെരിറ്റി ഉണ്ടാവും. പക്ഷെ ആ പ്രോസ്പെരിറ്റിക്ക് നാശം ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ മദ്യപാനം തുടങ്ങിയാലാണ്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പം നമ്മളെ പോലെ തന്നെ രാഹുവുമായിട്ട് ആധിപത്യമുള്ള ഒരു ദേശമാണ് മിഡിൽ ഈസ്റ്റ്. അതുകൊണ്ടാണ് അവിടെ മദ്യപാനത്തിന് ഒരു റെസ്ട്രിക്ഷൻ അവർ വെച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ മദ്യപാനമൊക്കെ റീസ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് വലിയ താമസം കൂടാതെ ആ ദേശത്തിന് നാശം ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഒരു ഗവേഷണത്തിന്റെ പുറത്ത് കണ്ടുപിടിച്ചാണ്. അല്ലാതെ ഇതിനൊന്നും എന്നോട് പ്രമാണം ചോദിക്കരുത്. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ പറയില്ലേ, ഒന്ന് നോക്കുക, ഒന്ന് കാണുക, അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. ശ്രദ്ധിക്കുക, അപ്പൊ മനസ്സിലാവും. ഈ ഏറ്റവും കൂടുതൽ മദ്യപാന്മാര് ഉള്ള ദേശവും കേരളവുമാണ്. അതാണ് സ്വാഭാവികം, ഉറപ്പായിട്ടും അതെ. അതിന്റെയൊക്കെയാണ് ഈ ഒരു ഇതുമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് ന്യൂസ് കിട്ടുന്നത്, അല്ലേ? കൊച്ചുകുട്ടികളെ ഇത് ചെയ്യുക, എല്ലാ ലഹരികളും അതിന് പെടുത്തും കേട്ടോ. എല്ലാ ലഹരിയും ഈ ഇതിൽപ്പെടുന്നതാണ്. ഇപ്പൊ കണ്ടില്ലേ, ഒരു കുട്ടിയെ 2 ദിവസം മുന്നേ ഒരു കുട്ടിയെ ശ്വാസം മുട്ടിച്ചു കൊന്നു. 2 കൈയും തല്ലി ഒടിച്ചിട്ട് 1 മാസമായുള്ളൂ. അത് നേരെ ആയി കഴിഞ്ഞപ്പോൾ അതിനെ തല്ലി ശ്വാസം മുട്ടിച്ചു കൊന്നു. ഇതിനു മുമ്പ് ഒരു കുട്ടിയെ ഇതുപോലെ തന്നെ പേടിച്ച് കുട്ടി കട്ടിലിനടി ഒളിച്ചപ്പം പിടിച്ചു വലിച്ചിട്ട് കട്ടിലിന്റെ വക്കത്ത് തലയടിച്ച് മരിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് മനുഷ്യർക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു? ഇത് ഇവരുടെ ഉള്ളിലെ ഈ അക്രമ വാസനകൾ ഉണരുന്നത് എവിടുന്നാണ്? ഈ ലഹരി ഉപയോഗത്തിൽ നിന്നാണ്. ലഹരി ഉപയോഗത്തിൽ നിന്ന് ഇത് ചെറുക്കാനൊന്നും ഇവിടെ ആരുമില്ല. ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് നിർത്താൻ സാധിക്കാത്തത്? സാധിക്കാത്തതിന് കാരണം ഇവർക്ക് പകരം ഒരു ലഹരി ഇല്ലാഞ്ഞിട്ടാണ്. നമുക്ക് ഭഗവതിയാണ് ലഹരി. അതിനപ്പുറം ഒരു ലഹരി നമുക്ക് കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ് നമുക്ക് തുടങ്ങാൻ പറ്റുന്നത്. അവർക്ക് അറിയത്തില്ല, ചിലപ്പോ അവർ ജന്മാന്തരം എടുക്കുമായിരിക്കും ആ ഒരു ലെവലിലെത്താൻ. എന്നെ വലിയ കള്ളുകൂടിയനാക്കാനൊക്കെ ഇവിടെ എന്റെ സുഹൃത്തുക്കളൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ നിർബന്ധം എന്നും നിർബന്ധം. അപ്പൊ ഒരു ദിവസം പറഞ്ഞു ഒഴിക്കാനും നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം ഇവന്മാർ ഇങ്ങനെ ഒഴിച്ചു, വെള്ളം പോലും ഒഴിക്കാതെ മദ്യം ഒഴിച്ചു. എനിക്കിതൊന്നും അറിയില്ല, എങ്ങനെ കുടിക്കണ്ടേന്നൊന്നും അറിയില്ല. ഞാനിതെടുത്ത് മടമടാന്ന് എടുത്ത് കുടിച്ചു. ഞാൻ എന്റെ സന്ധ്യാവന്തനവും കഴിച്ച് സഹസ്രാമവും നാവ് കുഴയാതെ സഹസ്രാമവും ചോദിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. മറ്റവന്മാര് 4 കാലില് ബോധമില്ലാതെ ടേബിളും മറിച്ചിട്ട് അവിടെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ വൃത്തികെട്ട സാധനം നിങ്ങൾ എങ്ങനെയാണ് ഇത് കുടിക്കുന്നത്? എനിക്കിതിൽ യാതൊരു ഒരു അഫക്ഷനും ഇതിനോട് തോന്നുന്നില്ല. എന്റെ എനിക്ക് ജപിക്കലാണ് എന്റെ ലഹരി, ജപസംഖ്യയാണ്. എനിക്ക് ഒരു 10 ലക്ഷം സംഖ്യ തീരുമ്പോഴാണ് എനിക്ക് സുഖം കിട്ടുന്നത്. ഈ വൃത്തികെട്ട സാധനമൊക്കെ കുടിച്ചാൽ എന്ത് സുഖമാണ് കിട്ടുന്നത്?
കഷ്ടപ്പെട്ട് കുടിക്കണം, ഒന്ന് ആലോചിച്ച് നോക്കണം. സുഖമായിട്ട് കുടിക്കാൻ പറ്റുന്ന സാധനം പോലും അല്ല. മൂക്കൊക്കെ പൊത്തി പിടിച്ചിട്ട് മൂക്കൊക്കെ പൊത്തിപ്പിടിച്ച് അച്ചാറൊക്കെ വായിൽ തേച്ച് വേണം ഇത് കുടിക്കാൻ. എന്തൊരു വിഷമിച്ചാണ് ഇത് കുടിക്കുന്നതെന്ന് ആലോചിക്കണം. കഷ്ടപ്പാടായി കുടിക്കുന്നത്. അത്ര കഷ്ടപ്പാട് എടുക്കാമെങ്കിൽ നിങ്ങൾ ഒരു 15 ലക്ഷം ജപിക്കൂ, നാരായണ ജപിക്കൂ, നാമം ജപിക്കൂ, ഹരിനാമകീർത്തനം ചൊല്ലൂ, ജ്ഞാനപ്പാന കേൾക്കൂ, നിങ്ങൾ ഈ ആദിത്യ ഹൃദയം ജപിക്കൂ. നിങ്ങളുടെ ഈ വാസനയെല്ലാം നിങ്ങൾ വിട്ടു